റഫീഖാക്ക, നിങ്ങൾ ഒരു പഴയ BJP കാരനാണല്ലോ. അതെ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ വർക്കല നിയോജക മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നമ്മുടെ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സുന്ദരേശൻ സാറിൻ്റെ മകളാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ പഴയ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ മകളെന്ന് പറയുന്ന സ്മിത, പുള്ളിക്കാരുത്തി ഇവിടെ പാർട്ടിയുടെ ബ്ലോക്ക് മെമ്പറൊക്കെ ആണ്, ബ്ലോക്ക് മെമ്പറായിരുന്നു. ആ സ്ഥാനമൊക്കെ രാജിവെച്ചിട്ടാണ് CPM കൊടുത്തിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചതിന് ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് BJPയിലോട്ട് കാല് മാറി വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു BJP കാരനെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ BJP കാരനല്ല, മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ BJP കാരനായിരുന്നു. അതുകൊണ്ട് ചോദിക്കുന്നതാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സുഹൃത്തേ, സുന്ദരേശൻ, ഞാൻ ശിവഗിരി സ്കൂളിൽ പഠിക്കുമ്പോൾ സുന്ദരേശൻ SM കോളേജിൽ പഠിക്കുകയാണ്. ആ സമയത്ത് തമ്മിലുള്ള ഒരു ബന്ധം നമുക്കുണ്ട്. ഓക്കെ. ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ BJP ആയ കാര്യമൊന്നും പറയുന്നില്ല. ഞാൻ BJP ആയിട്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ BJP ആയി ചെറുനീർ പഞ്ചായത്തിൽ മത്സരിക്കുന്നു. ചെറുനീർ പഞ്ചായത്തിൽ 3 പ്രാവശ്യം ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ മത്സരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ 13 വോട്ടാണ്. വാജ്പേയിക്കും കിട്ടിയത് തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ മത്സരിച്ചു. എന്നടുത്ത് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിച്ചു. ഞാൻ മത്സരിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുണ്ഠിതം. ഞാൻ മുസ്ലിം ലീഗുകാരിയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ മുസ്ലിം ലീഗിൽ മത്സരിക്കും. അപ്പോൾ അവർക്കിവിടെ ഒരു സ്ഥാനാർത്ഥിയില്ല, അവർ മുസ്ലിം ലീഗിൽ മത്സരിക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആളാണ്. അങ്ങനെ അവർ മുസ്ലിം ലീഗിൽ മത്സരിക്കുന്നു, ഞാൻ BJPയിൽ മത്സരിക്കുന്നു. അവർ മുസ്ലിം ലീഗിൽ വാർഡിൽ മത്സരിക്കുന്നു, ഞാൻ BJPയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ പറയുന്ന സഖാവ് സുന്ദരേശൻ പാലച്ചിറ മുക്കിൽ സ്റ്റേജ് കെട്ടി വന്ന് പറഞ്ഞ് എന്താണെന്നറിയാമോ? ഇവർ ഒരുമിച്ച് എങ്ങനെ കിടക്കുന്നു, ഇവരൊരുമിച്ചൊരു വീട്ടിലെങ്ങനെ താമസിക്കുന്നു അല്ലേ? ഭാര്യ മുസ്ലിം ലീഗ്, ഭർത്താവ് BJP. രാഷ്ട്രീയത്തിൽ അങ്ങനെയില്ല. ഇത് ഓരോരുത്തർക്കും അവരവർക്ക് തോന്നിയത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ സ്വന്തം ഭാര്യ ഓപ്പോസിറ്റ് പാർട്ടിയിലാണെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാൻ സാധാരണ ഭർത്താക്കന്മാർ തയ്യാറല്ല. ഞാനതിന് തയ്യാറായി. അവർ മുസ്ലിം ലീഗിൽ മത്സരിച്ചു, ഞാൻ BJPയിൽ മത്സരിച്ചു. രണ്ടുപേരും തോറ്റു, അത് വേറെ കാര്യം. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തോറ്റു. അന്ന് ഈ പറയുന്ന സഖാവ് സുന്ദരേശൻ പറഞ്ഞത് ഇവർ ഒരുമിച്ച് എങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നു. ഇപ്പോൾ സുന്ദരേശൻ്റെ മകള് BJPയിൽ മത്സരിക്കുന്നു, സഖാവ് സുന്ദരേശൻ CPMൽ നിൽക്കുന്നു. ഇവരെങ്ങനെ ഒരു വീട്ടിൽ താമസിക്കും എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുക. അല്ലല്ല, എനിക്ക് വേറൊരു കാര്യം, ഈ സുന്ദരേശനും ഇപ്പോൾ CPMൽ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, അതിന് കാര്യമില്ല, അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് CPM അതിന് അവസരം കൊടുക്കാത്തതുകൊണ്ടാണ്. സുന്ദരേശന് അതിൽ അതൃപ്തിയുണ്ട്, അതിൻ്റെ ഇതിലാണ്. എങ്കിലും സുന്ദരേശൻ BJPയിലല്ല. കുറച്ച് കഴിഞ്ഞാൽ ചിലവ് പോയേക്കും. ഓക്കെ.